ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചായ ബജിയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കല്യാണ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഷബ്നക്ക് കാഞ്ഞങ്ങാടുന്ന് ഡ്രസ്സ് എടുത്തത് പോരാത്തതുകൊണ്ട് നമ്മൾ ഇനി നേരെ പയ്യന്നൂരിലേക്കൊന്ന് പിടിക്കുന്നു. പയ്യന്നൂർ ഇമ്മാനുവൽസ് ആദ്യമായിട്ട് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു സാരി. അപ്പോൾ കല്യാണ സാരി അവിടെ നിന്ന് എടുക്കാന്നുള്ള പ്ലാനിൽ അങ്ങനെ നമ്മൾ പയ്യന്നൂരിലെ ഇമ്മാനുവൽ സിൽക്സിലെത്തി. അപ്പൊ നമ്മൾ കൂടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ചെക്കൻ്റെ ഒരു ചേച്ചിയുണ്ട്, ബിന്ദു ചേച്ചിയുടെ മോളുണ്ട്, പിന്നെ അർജുൻ, കുഞ്ഞൂസ്, ഷബ്ന, പിന്നെ അഞ്ജു. ഇവരെല്ലാം കൂടിയാണ് ആദ്യത്തെ ട്രിപ്പ് പോയത്. അപ്പൊ നമ്മളെ കല്യാണ സാരി കരുതേണ്ട ആവശ്യമില്ല, നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചോണ്ട് ഇനി ഷബ്നക്കൊന്ന് ഉടുത്തു നോക്കണം. അപ്പോൾ ആളിലെ സാരിയിൽ ഏറ്റവും കൂടുതൽ ഒക്കെ ഇഷ്ടപ്പെട്ട ഈ റെഡ് കളറിൽ ഉള്ള സാരിയാണ് കാഞ്ചീപുരം. റെഡ് കളറിൽ തന്നെ കുറേ വെറൈറ്റി ഷെയ്ഡ് ഉണ്ടായെങ്കിലും അവളെ സ്കിൻ ടോൺ ഏകദേശം മാച്ച് ആവുന്നത് ഈ കളറാണ്. അപ്പോൾ ഷബ്നേന്റെ കല്യാണ സാരി റെഡി. ഇനി അടുത്തൊരു ചടങ്ങുണ്ട്, വിരുന്നിന്റെ സാരി. ആ സാരി കൂടി ഇവിടുന്ന് പരുതി എടുക്കണം. അങ്ങനെ വിരുന്നിന് വേണ്ടിയിട്ട് ഒരു അടിപൊളി നല്ല ഡാർക്ക് ഗ്രീനിൽ ഏകദേശം ഒരു വൈൻ റെഡ് ടച്ച് വരുന്ന ഒരു സാരി, ആ സാരി സെലക്ട് ആക്കി. അങ്ങനെ നമ്മളെ കണ്ണനും ടീമും കൂടി എത്തിയിട്ടുണ്ട്. കണ്ണൻ്റെ കൂടെ അച്ഛൻ, അമ്മ, മിനിയളയമ്മ, ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ടീമും കൂടി എത്തിയതുകൊണ്ട് ഇനി കുറച്ചും കൂടി സമയം എടുക്കും. ഇനി അർജുനും കണ്ണനും ഡ്രസ്സ് എടുക്കണം. പിന്നെ കുറച്ച് സാരി കൂടി എടുക്കാനുണ്ട്. എല്ലാവർക്കും കുറച്ച് പേർക്ക് കൊടുക്കേണ്ട സാരി കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പരിപാടി തീരും. അങ്ങനെ ഞാനും വൈകാണ്ട് ഈ ടീമിലേക്ക് ജോയിൻ ആയി. എനിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ലേറ്റായിട്ട് എത്തി. ഞാൻ എത്തുമ്പോൾ തന്നെ ഏകദേശം വൈകുന്നേരം ആകുമ്പോഴേക്കന്നെ അച്ഛനും കണ്ണനെല്ലാം മടി പിടിച്ച് ഒരു സൈഡിൽ ഇരിക്കാൻ തുടങ്ങി. അങ്ങനെ ഇമ്മാനുവലത്തെ പരിപാടി കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഒരു ചായ കുടിക്കാൻ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്ത ഷോപ്പ് പിടിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പയ്യന്നൂർ തന്നെ ഇല്ല സെഞ്ചുറി ടെക്സ്റ്റൈൽസിൽ. എവിടെ ആണെങ്കിൽ ഇഷ്ടം പോലെ സാരികളുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് ടെൻഷൻ തുടങ്ങി. എന്താ വെച്ചാൽ ഇങ്ങനെ കളക്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഇവർ ഇപ്പോഴേ എടുത്ത് തീരൂല, എല്ലാ സാരിയും എടുത്ത് നോക്കേണ്ടി വരും. അത്യാവശ്യം നല്ല കളക്ഷനും പിന്നെ റേറ്റ് കുറവും, പിന്നെ ഇവിടെയുള്ള സ്റ്റാഫിൻ്റെ പെരുമാറ്റവും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് നല്ലൊരു ഡിസ്കൗണ്ടും ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം അഞ്ജുവിനായാലും ഷബ്നേക്കാളും സാരി മാറി അവർ കൊടുത്തു. എത്ര സാരി വേണമെങ്കിലും കൊടുത്ത് നോക്കിക്കോ, നിങ്ങൾക്ക് ഇഷ്ടമായത് എടുത്താൽ മതി പറഞ്ഞ് നല്ല സാരികൾ അവർ കാണിച്ചു തന്നു. കാശ് പോയാലെന്ത്, എല്ലാവർക്കും നല്ല സന്തോഷമായി. നല്ല സാരികൾ അവരുടെ ഇഷ്ടത്തിന് കിട്ടി. അപ്പൊ നമ്മളെ കല്യാണത്തിന് കാണാമല്ലോ എങ്ങനെയുണ്ട് കൊടുത്തിട്ടാകുമ്പോ. കണ്ണനും അർജുൻ കുർത്ത ഓക്കെ. അപ്പോൾ എനിക്ക് എടുക്കേണ്ടത് അഞ്ജുവിൻ്റെ സാരിക്ക് മാച്ച് ആയിട്ടുള്ള കുർത്ത, അത് പിന്നെ എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇറങ്ങി. ഇനി നമുക്ക് വയറ് നിറക്കണം, കുറേ ലേറ്റായി. ഇനി നമ്മളിപ്പോൾ ഉള്ളത് ചെറുവത്തൂരുള്ള ഒരു ഷോപ്പിൽ. ഇവിടെ നല്ല മന്തി കിട്ടുന്നുണ്ട് വന്ന, പക്ഷെ നല്ല തിരക്ക്. കുറച്ച് സമയം ഊഞ്ഞാലയിൽ ഇരുന്ന് ആടി. ചെറിയ പിള്ളേർക്ക് ഇരുന്നിട്ട് ആണ്ട് ഊഞ്ഞാലയാണ്, ഈ വയസ്സന്മാരെല്ലാം കയറി ഇരുന്നിട്ടുണ്ട്. ഭയങ്കര തിരക്കും റിസർവേഷനും ഉണ്ട് സീറ്റിന്. അതുകൊണ്ട് നമ്മൾ അടുത്ത ഹോട്ടൽ പിടിച്ചു. നീലേശ്വരം ഓർച്ചപ്പാലത്തിൻ്റെ അടുത്തുള്ള ഒരു അടിപൊളി ഫാസ്റ്റ് ഫുഡ് ഹോട്ടൽ. ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ്, പിന്നെ ഇവിടെ ഇരുന്ന് കഴിക്കാനും നല്ല രസമാണ്. ഇതിനോട് ചേർന്നിട്ടാണ് നമ്മൾ നീലേശ്വരം പുഴ പോകുന്നത്. ഈ ഫുഡ് ഓർഡർ ചെയ്യുന്ന ചടങ്ങ് വല്ലാത്തൊരു ചടങ്ങാണ്. അവർ വന്ന് ഇനിയിപ്പോൾ മെനു പറഞ്ഞു കഴിഞ്ഞാലും ഇവരൊരു ഫുഡ് തീരുമാനിക്കണമെങ്കിൽ കുറേ സമയം എടുക്കും. കുറേ ഇങ്ങനെ ആലോചിച്ച് പറയും. നമുക്കൊന്നും പ്രശ്നമില്ല, നമ്മൾ പെട്ടെന്ന് പറയും. നല്ല വിശപ്പ് ഉണ്ടായതുകൊണ്ട് ഫുഡ് കിട്ടിയിട്ടാകുമ്പോൾ പിന്നെ വീഡിയോ എടുക്കുന്നതെല്ലാം മറന്നു. വയറ് തുറക്കാനാണ് ആദ്യം നോക്കി. എല്ലാവരും അടിച്ചു മിന്നിച്ചു. പിന്നെ വലിയ വില്ലുമായിട്ടാണ്. ഇന്നലെ ഏകദേശം ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിച്ച് കിടന്നതാണ്. രാവിലെ എണീക്കുമ്പോൾ അതിൻ്റെ മൂന്നാമത്തെ റൗണ്ടിലേക്ക് എത്തി. ഇനിയിപ്പോൾ നമ്മളെ കൂടെ ഉള്ളത് നമ്മളെ ചെറിയ കുഞ്ഞു വാവയുണ്ട്, മാമൻ്റെ മോൻ അല്ലൂസ് ഉണ്ട്, പിന്നെ അമ്മായിയും കൂടിയുണ്ട് ഇന്നത്തെ ഷോപ്പിങ്ങിന്.
ഇവൻ്റെ അച്ഛൻ ദുബായിൽ ഡ്രൈവർ ആയതുകൊണ്ടും അറിയില്ല, ഇവന് വണ്ടിപ്പിരാന്ത് കുറച്ച് കൂടുതലാണ്. ഞാനെല്ലാം വണ്ടി എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ കൂടെ വരും. പിന്നെ ഇളയമേലെ മോനുണ്ട് കണ്ണൻ, അവനും കാർ എടുത്ത് പോയി കഴിഞ്ഞാൽ ഓൻ്റെ കൂടി ഓടിപ്പോകാൻ വേണ്ടിയിട്ട് ഇവൻ ഭയങ്കര തിരക്കാണ്. കുഞ്ഞുസിന്ന് അംഗൻവാടി പോവാതെ മടിച്ചുകൂടി. അപ്പോൾ അല്ലൂസിനൊരു കമ്പനിയും കൂടി ആയിരിക്കും. അല്ലൂസിന് കളിക്കാൻ എന്തോ കിട്ടിയോണ്ട് പിന്നെ വലിയ അലമ്പില്ല, വണ്ടിയിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളുള്ളത് മലബാർ ഗോൾഡിൽ കുറച്ച് സ്വർണ്ണം എടുക്കാൻ ബാക്കിയുണ്ടായിന്. പിന്നെ ഇവിടെ വീഡിയോഗ്രാഫി അലോഡ് അല്ല. എല്ലാവരും അങ്ങനെ ഒന്നിച്ചില്ലോണ്ട് എല്ലാവർക്കും മന്തി കഴിക്കാന്നുള്ള പ്ലാനായി. അപ്പൊ നമ്മളെ കാഞ്ഞങ്ങാടിലെ റഹ്മാനിയ മന്തിക്കടയിൽ നമ്മളല്ലേ, കാഞ്ഞങ്ങാട് മടിയനുള്ള. അപ്പൊ എല്ലാവർക്കും കൂടിയിട്ട് പൊള്ളിച്ച മന്തി പറഞ്ഞു. അങ്ങനെ ഫുഡ് കിട്ടിയിട്ട് നമ്മൾ ആക്രാന്തത്തോടെ കഴിക്കുന്നത് ആരും കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോ അങ്ങനെ എടുത്തില്ല. അങ്ങനെ ഇവരെ വിട്ടിട്ട് ഞാനും അച്ഛനും നല്ല സ്കൂട്ടായി. ഇവരെ കൂടെ നിന്ന് കഴിഞ്ഞാൽ പാതിരാത്രിയാവും. അപ്പം നിങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വിളിച്ചാൽ മതി എന്നുള്ള രീതിയിൽ നമ്മൾ പോയി. കാഞ്ഞങ്ങാടിലെ ഫാൻസി എല്ലാം കയറി ഇറങ്ങാൻ വേണ്ടിയിട്ട് നല്ല സമയം എടുക്കും. അതിനുശേഷം ഇവർ മാച്ചിങ് ഡ്രസ്സ് എടുക്കാൻ പോയി. ഷബ്നക്ക് സേവ് ദ ഡേറ്റിൻ്റെ ഡ്രസ്സ് അതും കൂടി സെറ്റ് ചെയ്തു. അപ്പോൾ കല്യാണത്തിൻ്റെ പർച്ചേസിങ് കാര്യമെല്ലാം ഒരു സൈഡിൽ നടക്കുമ്പോൾ കല്യാണം വെളിയും കൂടി നടക്കണ്ടേ. അപ്പോൾ ലിസ്റ്റെല്ലാം നേരത്തെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഒരാളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മളെ ചെറിയൊരു ഡാൻസ് പ്രാക്ടീസ്. കല്യാണത്തിന് തലേ ദിവസം ഹൽദിക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഡാൻസിൻ്റെ ആദ്യ പാഠം പഠിപ്പിച്ചെന്ന ഗുരുവിനെ മനസ്സിൽ വിചാരിച്ചിട്ട് ഞാനും ഇവരുടെ കൂടെ ഡാൻസ് കളിക്കാൻ കൂടി. ഇത് കുറച്ച് പുരോഗമിച്ചതിൻ്റെ സ്റ്റെപ്പാണ്. പക്ഷെ ആദ്യം ഒന്ന് അങ്ങോട്ടേക്ക് ചൂണ്ടുമ്പോൾ ഒന്ന് ഇങ്ങോട്ടേക്ക് ചൂണ്ടായിരുന്നു. ഇതാ ഇപ്പൊ കാണിക്കുന്ന സ്റ്റെപ്പ് കേരളത്തിലെ ഏകദേശം എല്ലാ സിനിമാറ്റിക് ഡാൻസിനും കാണിക്കുന്ന സ്റ്റെപ്പാണ്. ഇപ്പോൾ ഡാൻസ് മാസ്റ്റർ കുക്കുവിന്റെ പ്രത്യേക തരം സ്റ്റെപ്പാണ് ഇതെല്ലാം. രാവിലെ ആകുമ്പോൾ പർച്ചേസിങ്, രാത്രിയാകുമ്പോൾ ഇങ്ങനെ ഡാൻസിങ്ങും അങ്ങനെ ആയിട്ട് ദിവസം പോകും. അങ്ങനെ നമ്മുടെ കല്യാണ വീഡിയോന്റെ സെക്കൻഡ് പാർട്ട് ഇവിടെ പൂർണ്ണമാകുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിന്റെ പേര് മറക്കണ്ട, ഛായ ബജി.